നിങ്ങൾ ഈ ഉച്ചയൂണിന് ശേഷം ഏതെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നാറുണ്ടോ? ശരിക്കും ഈ മധുരത്തിനോടുള്ള ത്വര എന്ന് വെച്ചാൽ ആ ഒരു സ്വീറ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതും ആവാം. നിങ്ങൾ മധുരമുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബേക്കറി ഐറ്റംസോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് വെച്ചാൽ ഒരു റോക്കറ്റ് പോലെയും ഉയരാൻ തുടങ്ങും. അത് നിങ്ങളുടെ തലച്ചോറ് നല്ലൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഉടനെ തന്നെ പെട്ടെന്ന് അത് താഴോട്ടേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. അപ്പോഴോ നിങ്ങളുടെ തലച്ചോറ് വീണ്ടും ഒരു മധുരത്തിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് തേടി തുടങ്ങും. അതിനെയാണ് നമ്മൾ ക്രേവിങ് അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഒരു ത്വര എന്ന് പറയുന്നത്. ശരിക്കും ഇതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തതാണ് ബ്രെയിൻ റിവാർഡ് കെമിസ്ട്രി. അതായത് നമ്മൾ ഈ മധുരമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സെയിം കെമിക്കലാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓർ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടിയ ഒരു ഫീൽ തരുന്നത് ഈ സെയിം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. രണ്ടാമത്തതാണ് സ്ട്രെസ് ഈറ്റിംഗ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡി അതിനെ കംഫർട്ടബിൾ ആക്കാൻ നോക്കും. ചില ആൾക്കാർക്ക് ഈ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ വല്ല ഐസ്ക്രീമോ അല്ലെ ചോക്ലേറ്റോ കഴിക്കുന്നതോ ആവാം. മൂന്നാമത്തതാണ് പൂർ സ്ലീപ്പ്. അതായത് ഈ ഉറക്കത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോൺ ആകെ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ ശരീരം ഒരു ക്ഷീണത്തെയും അതുപോലെ തന്നെ ഈ വിശപ്പിനെയും കൂടി അങ്ങ് മിക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ ഒരു ഷുഗർ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് തേടുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഷുഗർ ക്രേവിങ് അല്ലെങ്കിൽ ഈ മധുരത്തിനോടുള്ള ത്വര കൺട്രോൾ ചെയ്യാന്നറിയോ? അതിന് ഈ ജസ്റ്റ് ഒരു സ്നാക്ക് കഴിക്കുന്നതിന് പകരം ഒരു കംപ്ലീറ്റ് മീൽസ് കഴിക്കുക. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻസും ഫൈബേഴ്സിലും ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴും ഒരു വിശപ്പ് തോന്നുന്ന സമയത്ത് ആദ്യം നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം ചില സമയത്ത് ഈ തേഴ്സ്റ്റ് അല്ലെങ്കിൽ ഈ ദാഹം നിങ്ങൾക്ക് വിശപ്പായിട്ട് തോന്നിയേക്കാം. ഒരു 60 സെക്കൻഡ് സ്ട്രെസ് റീസെറ്റ് ചെയ്യുക. അതായത് ഒന്ന് നടക്കാൻ ഇറങ്ങുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക. കാരണം നിങ്ങളുടെ തലച്ചോറ് കാമായിരിക്കുന്ന സമയത്ത് ഈ മധുരത്തിനോടുള്ള ത്വര കുറയാൻ സാധ്യതയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ മധുരത്തിനോടുള്ള ത്വര അല്ലെങ്കിൽ ഈ ഒരു ഷുഗർ ക്രേവിംഗ് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല, മറിച്ച് അത് നിങ്ങളുടെ ഒരു ബോഡി കെമിസ്ട്രിയാണ്. ചെറിയ ചില മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ഷുഗർ ക്രേവിംഗ് അല്ലെങ്കിൽ ഈ മധുരത്തിനോടുള്ള ത്വരയെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ കൺട്രോൾ ചെയ്തേക്കാം.